ഓട്ടോ എക്സ്പോ 2023 ഏറ്റവും മനോഹരമായിട്ടുള്ള സ്റ്റാൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നിയത് MGയുടെ സ്റ്റാളാണ് എന്ന് പറയാം. അതിന് കാരണം ഇവിടെ ഡിസ്പ്ലേ ചെയ്ത വാഹനങ്ങളോ അല്ലെങ്കിൽ ഇതിനകത്ത് ആളുകളോ ഒന്നുമല്ല, ഇത് ഡിസ്പ്ലേ ചെയ്ത രീതിയും ഇവിടെ ഒരു സെറ്റപ്പും ആണ് എന്ന് പറയാം. അത് കാണിക്കുകയാണെന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ ഉദ്ദേശം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കയറി വരുന്ന സമയത്ത് നമ്മുടെ ടവർ ബ്രിഡ്ജിൻ്റെ പോലെ ബോൺ ഇൻ UK എന്ന് പറഞ്ഞിട്ട് MGയുടെ, അതായത് MG എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ലണ്ടനുമായിട്ട് ഇവർക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ബന്ധമാണ്, അതായത് UK-യുമായിട്ട്. ആ ഒരു ബന്ധത്തെ തന്നെയാണ് തുടക്കത്തിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. ആ ഒരു ടവർ ബ്രിഡ്ജിനെ മനോഹരമായിട്ട് അവിടെ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ന് പറയാം. അതിലൂടെയാണ് നമ്മൾ കയറി പോകുന്നത്. അങ്ങനെ കയറി പോകുന്ന സമയത്ത് ലണ്ടനെ കുറിച്ച് മാത്രം പറഞ്ഞാൽ പോരല്ലോ അല്ലേ, MGയുടെ ലെഗസിയെ കുറിച്ച് പറയണം. ആ ലെഗസിയെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഒരു 1965 മോഡൽ മിഡ്ഗേറ്റ് എന്ന് പറയുന്ന വാഹനം. ഇത് ശരിക്കും പറഞ്ഞാൽ ജയ്പൂരിലുള്ള അമിത് മഹേശ്വരി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ വാഹനമായിരുന്നു. അദ്ദേഹത്തിൽ നിന്നാണ് MG ഇത് കളക്ട് ചെയ്തത് എന്നാണ് എനിക്ക് തോന്നുന്നു. എന്തായാലും അത്തരത്തിൽ MGയുടെ ലെഗസിയെ വിളിച്ചോതുന്ന ഒരു വാഹനത്തെ ഫ്രണ്ടിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ആ കാഴ്ചയും ലണ്ടനുമായിട്ടുള്ള ഒരു കണക്ഷനും കണ്ടുകൊണ്ടാണ് ഈ പവലിയനിലേക്ക് വരുന്ന ഓരോ ആളുകളും ഓട്ടോ എക്സ്പോ 2022 MG പവലിയൻ്റെ വിസിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് പറയാം. ഇനി വാ അകത്തേക്ക് പോകാം നമുക്ക്. കയറി വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ വെൽക്കം ചെയ്തൊരു EHS ആണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ലോഞ്ച് ചെയ്തിട്ടുണ്ടായത് ഒരു മോഡലാണ്, പ്ലഗ്-ഇൻ ഹൈബ്രിഡ് ആയിട്ടുള്ള ഒരു വാഹനം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് EHS എന്നതിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. അതിന് ഇവിടെ ഡിസ്പ്ലേ ഉണ്ട്. ഡിസ്പ്ലേ ചെയ്ത രീതിയൊക്കെ നോക്കിയാൽ ശരിക്കും പറഞ്ഞാൽ ഒരു സസ്റ്റൈനബിലിറ്റി എന്നൊക്കെ പറയുന്നത്, നമ്മൾ ആ ഒരു പ്രകൃതിയോട് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്ത ഒരു സ്റ്റാളാണ് MG പ്രാവശ്യം അവതരിപ്പിച്ചത്. അതിങ്ങനെ ആ ഒരു തലക്കത്ത് ഇങ്ങനെ നോക്കി തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ എല്ലാ ഗെറ്റപ്പിലും ആ ഒരു പ്രകൃതിയെ കാണാമെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നതൊക്കെ പ്ലാസ്റ്റിക് ആണെന്ന് അല്ല, റിയലായിട്ടുള്ള ചെടികളും മരങ്ങളും ഒക്കെ ഇവരിതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി വീണ്ടും കൂടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് മാർവൽ R എന്ന് പറയുന്ന മോഡൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് എന്ന് പറയാം. ഇലക്ട്രിക് ആണ്. ശരിക്കും MG മോട്ടോഴ്സിൻ്റെ ഇപ്രാവശ്യത്തെ പവലിയനിൽ ഏറ്റവും കൂടുതൽ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത് ഇലക്ട്രിക്കും അതുപോലെ തന്നെ ഹൈബ്രിഡ് മെഷീനുകളും ഒക്കെയാണ് എന്നുള്ളതാണ്. അത് എനിക്ക് തോന്നുന്നു നാളത്തെക്കുറിച്ച് ചിന്തിക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് MG അതിനെക്കുറിച്ച് പറഞ്ഞത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് വെച്ച് നോക്കുന്ന സമയത്ത് ഒരുപാട് ഇലക്ട്രിക് വാഹനങ്ങളെയാണ് ഇവിടെ പ്രധാനമായിട്ടും ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത് എന്ന് പറയാം. മാർവൽ Rനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലക്ഷോറിയസ് ഇലക്ട്രിക് വാഹനമാണ്. 0 to 100 എത്താൻ വേണ്ടി എടുക്കുന്ന സമയം 4 സെക്കൻഡ് ആണ്. അതുപോലെ തന്നെ ഇതൊരു ഓൾ വീൽ ഡ്രൈവ് വാഹനമാണ് എന്നുള്ളതാണ്. റീചാർജ് യുവർ സെൽഫ് എന്ന് പറയുന്നൊരു ബാഡ്ജ് കാണാം. ഇത് ഡിസ്പ്ലേ ആയിട്ടുള്ള ഏരിയ നോക്കിയാൽ അല്ലേ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാച്ചുറൽ, ഈ പുല്ല് ഒറിജിനൽ അല്ല എന്ന് എനിക്ക് തോന്നുന്നു. ചവിട്ടി കേടുവരല്ലോ. ഇതൊക്കെ ഒറിജിനൽ സാധനങ്ങൾ സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ അകത്താണ് വെച്ചിട്ടുള്ളത്. നൈസ് അല്ലേ, നൈസ്. ഇനി നോക്കിയാൽ ഇവിടെ നമുക്ക് EV എക്കോ സിസ്റ്റം ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് അതിൻ്റെ പവർ ട്രെയിൻ വർക്ക് ചെയ്യുന്നത്, ബാറ്ററി എങ്ങനെയാണ്. ശരിക്കും ഇലക്ട്രിക് വാഹനങ്ങൾ കാണുന്ന ആൾക്കാർ പലരും കാണാത്തൊരു സാധനമായിരിക്കും എങ്ങനെയാണ് ഇലക്ട്രിക്കിൻ്റെ ബാറ്ററികൾ പ്ലേസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. അതാണ് ശരിക്കും ഇവിടെ കാണിക്കുന്നത്. വീലിൻ്റെ ഇടയിലായിട്ട്, അതായത് ആ വീൽ ബേസ് എന്ന് പറയുന്ന ആ ഒരു ഏരിയയിൽ നമ്മളുടെ ബാറ്ററി കാണാം. അതായത് ഫ്ലാറ്റ് ബോട്ടമായിട്ട് ബാറ്ററിനെ ക്രമീകരിച്ചിട്ടുണ്ട്. ഫ്രണ്ടിലേക്ക് വരുന്ന സമയത്ത് അതിൻ്റെ മോട്ടർ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അതെങ്ങനെ വർക്ക് ചെയ്യുന്നതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാമെന്നുള്ളതാണ് ഒരു ഉദ്ദേശമുള്ളത്. ഇത് വീണ്ടും ഇവിടെ വന്നു കഴിഞ്ഞാൽ അവിടെ നമുക്കൊരു ടെറൈൻ ക്രിയേറ്റ് ചെയ്തിട്ട് ഗ്ലോസറിന് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ശരിക്കും എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഗ്ലോസർ ഓഫ് റോഡറാണ്. ആ ഒരു തീമിലാണ് ഈ ഒരു ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. റോക്ക്, ഹൈവേ ഒക്കെ സെറ്റ് ചെയ്തിട്ട് അതിനകത്ത് ഗ്ലോസ്റ്ററിനെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. നൈസ്. ഇതിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം ഇതാണ്, ആ എങ്ങനെ അവതരിപ്പിച്ചു എന്നുള്ള രീതി നോക്കിയാൽ ശരിക്കും ആ ഒരു എക്കോ സിസ്റ്റം ബിൽഡ് ചെയ്തിട്ട്. അത് ഇപ്പോൾ ഒരു ഇലക്ട്രിക് SUV എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് നാച്ചുറിനെ കുറിച്ചും അല്ലേ, പ്രകൃതിയെക്കുറിച്ച് അതിൻ്റെ ഇതിനെക്കുറിച്ചും ഒക്കെയാണ്. അടുത്തത് ഒരു RX5, ഇതും ഒരു പ്ലഗ്-ഇൻ ഹൈബ്രിഡ് ആണ്. എന്ന് സ്റ്റാർട്ട് ചെയ്യണതൊക്കെ MGയുടെ പ്ലഗ്-ഇൻ ഹൈബ്രിഡ് സിസ്റ്റങ്ങളാണ് അല്ലേ. ശരിക്കും ഇതൊരു MGയുടെ വാഹനമാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോഗോ വൈസ് അല്ല അല്ലേ, നമ്മളെ ചൈനീസ് വമ്പന്മാരുടെ ലോഗോയാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ സ്റ്റേജിൽ നമുക്കൊരു യുണീക്ക് 7 കാണാം. യുണീക്ക് 7 അതൊരു ഹൈഡ്രജൻ വാഹനമാണ്. അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്ന് സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ഏരിയയിലേക്ക് പോകുന്നില്ല. പകരം നമുക്ക് ഈ ഹാളൊന്ന് ജസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യാം എന്നുള്ളതാണ്. MG സേവ, അത് അവർ ചെയ്തിട്ടുള്ള ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, അത്തരം കാര്യങ്ങളൊക്കെ ഹൈലൈറ്റ് ചെയ്യുന്നതിന് വേണ്ടി ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് MG4 കാണാം. സ്പോർട്ടി ആയിട്ടുള്ള ഇലക്ട്രിക് വാഹനം എന്ന് പറയാം. നൈസ്. അതൊക്കെ ചെയ്തിട്ട് ആ വൃത്തി നോക്കിയാലേ ഒരു പ്രത്യേക ഇതന്നെ ബിൽഡ് ചെയ്തിട്ട് അതിനകത്ത് മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ മീഡിയ ഡേ ആണ്. ഒരുപാട് ജേർണലിസ്റ്റുകളുണ്ട്. അതിനിടയിലാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് ആ ഒരു ഏരിയ. ഓക്കെ, വീണ്ടും ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് ജെൻ ഹെക്ടർ. അതുപോലെ ഇവിടെ നോക്കിയാൽ കാറ്റാടി യന്ത്രം. എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഒരു കാറ്റാടി യന്ത്രം തൊട്ട് നോക്കണം എന്നുള്ളത്. അതൊരു റെപ്ലിക്ക മാത്രം കേട്ടോ, റിയൽ ആണെന്നൊന്നും വിചാരിക്കരുത്. ഈ ഏരിയ ഒക്കെ നോക്കിയാൽ ശരിക്കൊരു കാടിൻ്റെ പ്രതീതി സെറ്റ് ചെയ്തിട്ട് അതിനകത്താണ് വെച്ചുള്ളത്. ഇനി ഇവിടെ കാണിക്കാനുള്ള പ്രധാനപ്പെട്ടൊരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ട് ഞാൻ കാണിച്ചു തരാം. ഇവിടെ മെർച്ചൻഡൈസ് ഏരിയ ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മളെ സ്വന്തം മാസ്റ്റർ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. മാസ്റ്ററിൻ്റെ വീഡിയോ കാണാത്തവരെ കണ്ടു നോക്കുക. നല്ല അടിപൊളി വാഹനം കേട്ടോ. അതേപോലെ തന്നെ
മിഫാൻ 9. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലക്ഷറിയസ് ഇലക്ട്രിക് ഫുൾ സൈസ് SUV എന്ന് ഇതിനെ വിശേഷിപ്പിക്കാം. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഭയങ്കര സ്പേഷ്യസ് ആയിട്ടുള്ള ഇൻറ്റീരിയർ ആണ്. അതുപോലെ തന്നെ മോർ ദാൻ 500 കിലോമീറ്റർ ഇത് റേഞ്ച് കിട്ടുന്നുണ്ട്. ഇത്ര വലിയ വാഹനമാണെങ്കിൽ പോലും പ്യുവർ ഇലക്ട്രിക് ആണ്, പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. മിഫാൻ 9 അല്ലേ. സ്ലൈഡിംഗ് ഡോറുകളാണ് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്, പക്ഷേ സ്ലൈഡിംഗ് അല്ല എന്ന് തോന്നുന്നു കേട്ടോ. ഉള്ളിലേക്ക് നോക്കുന്ന സമയത്ത് ശരിക്കും പറയുന്നത് ഒരു 2-seater ആണ്. അത്യാവശ്യം ലക്ഷറിയസ് ആണ്. വെച്ചാൽ നമ്മളിപ്പോൾ വെൽഫെയറിലൊക്കെ പറയില്ലേ, അതേപോലെ അങ്ങനെ ക്രമീകരിച്ചുള്ള ഒരു സീറ്റിംഗ് പൊസിഷൻസും അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെയാണ് എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ MG6 അനദർ പ്ലഗ്-ഇൻ ഹൈബ്രിഡ്. ഇതൊക്കെ എന്ന് ഇന്ത്യയിലേക്ക് വരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ വരും എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റുള്ളൂ, അല്ലാതെ അതിൽ കൂടുതലൊന്നും നമുക്ക് പറയാൻ പറ്റില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഹൈഡ്രജൻ ഫ്യൂവൽ സെല്ലിന് ഇവിടെ ഡിസ്പ്ലേ ഉണ്ട്. പവർ ബാറ്ററി, ഹൈഡ്രജൻ ഫ്യൂവൽ സ്റ്റോറേജ് ടാങ്ക്. ശരിക്കും പറഞ്ഞാൽ അത് നൈസായിട്ടുള്ള സംഭവം. അതായത് ഒരു ഹൈഡ്രജൻ ഫ്യൂവലിൽ എങ്ങനെയാണ് എഞ്ചിൻ വർക്ക് ചെയ്യുന്നതെന്ന് അറിയേണ്ടത്. അപ്പോൾ ബാറ്ററി പ്ലേസ് ചെയ്തിട്ടുള്ള ഭാഗത്തേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഹൈഡ്രജൻ ഫ്യൂവൽ സ്റ്റോറേജ് ഏരിയ ഉണ്ടോ 3 സിലിണ്ടറുകളായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. ഫ്രണ്ടിലേക്ക് പവർ ബാറ്ററി കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഓക്സിജൻ സിസ്റ്റം, ഹൈ പെർഫോമൻസ് കമ്പ്യൂട്ടഡ് സിസ്റ്റം. ഇത് ഒരു റെപ്ലിക്ക എന്ന് പറയാം. അതായത് ഇങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ബാറ്ററിക്ക് പകരം ഹൈഡ്രജൻ സെല്ലുകൾ എവിടെയാണ് ക്രമീകരിച്ചിട്ടുള്ളത് എന്നുള്ളതിനെ ജസ്റ്റ് അവരൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കാണിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഓട്ടോ എക്സ്പോ 2023 ഏറ്റവും സുന്ദരമായ പവലിയൻ എന്ന് ഞാൻ MGയുടെ പവലിയനെ വിശേഷിപ്പിക്കുന്നു. കാരണം അത്രമാത്രം സൗന്ദര്യത്തോട് കൂടിയിട്ടാണ് ഓട്ടോ എക്സ്പോ 2023 MGയുടെ പവലിയൻ ഉള്ളത്. ഇവിടെ നമുക്കൊരു മീഡിയ ഹബ്ബൊക്കെ ഉണ്ട്. അവിടെ പോയിട്ട് ചായയൊക്കെ കുടിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു രാവിലെ. നൈസ് അല്ല സംഭവം. അടിപൊളി ഒരു ആംബിയൻസ് അടിപൊളിയായിട്ട് ക്രിയേറ്റ് ചെയ്തു, ഭയങ്കര ക്രിയേറ്റീവായിട്ട് തിങ്ക് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഇത് ജസ്റ്റ് ഈ ഒരു സ്റ്റോളിനെ ഒന്ന് കാണിക്കുക എന്ന് മാത്രമാണ് ഉദ്ദേശിച്ചത്. മനോഹരമായിട്ടുള്ള ഒരു സ്റ്റോൾ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടായിരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളുണ്ട്, അതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് കാണാം. അതുവരെ സ്മോൾ ബ്രേക്ക്.